ഞാൻ മുണ്ടെടുത്തിട്ട് ഏകദേശം 1.5 കൊല്ലത്തോളമായിട്ടാ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാൻ എങ്ങോട്ടാ പോകണമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അതെ ഗൈസ്, നമ്മളൊന്ന് അമ്പലം വരെ പോവുകയാണ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ആലത്തൂരുള്ള ഹനുമാൻകാവ് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ ആലത്തൂര് പൊയിലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ഹനുമാൻകാവ്. ഇവിടെ സംഭവം പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ വണ്ടി ഇവിടെ ഒരു കടല ഇവിടെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഞായറാഴ്ച ആയ കാരണം കുഴപ്പമില്ല, പേ പാർക്കിങ്ങിൻ്റെ പൈസ കൊടുക്കാതെ രക്ഷപ്പെട്ട്. അമ്പലത്തിനോട് ചാരിയിട്ട് ഒരു ക്ഷേത്രക്കുളം ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഇവിടുന്ന് കൈയും കാലും കഴുകിയിട്ടാട്ടോ അകത്തേക്ക് കയറുന്നത്. നല്ല അടിപൊളി വലിയ കുളമാണ്. നമ്മളെ നാട്ടിലൊക്കെയെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. ഞാനങ്ങനെ അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിനകത്തേക്ക് കയറിയിട്ടാ. അമ്പലത്തിൽ നിന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിലേക്ക്. ഞാൻ ഈ കാണിക്കുന്ന സ്ഥലത്താണ് കേട്ടോ ലങ്കാചാട്ടം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഹനുമാൻ ചാട്ടം എന്നൊക്കെ പറഞ്ഞുള്ള ആചാരം നടക്കുന്നത്. ഞാൻ ചെന്ന വഴിക്ക് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് ചാടുന്ന സ്ഥലത്ത്. ഹനുമാൻ സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലങ്കയിലേക്ക് ചാടിയതിൻ്റെ ഒരു സാങ്കല്പികമായിട്ടാണ് കേട്ടോ ഇതിവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിലൂടെ ഓടി വന്നിട്ട് ഈ കാണുന്ന കറുപ്പ് കല്ലിൻ്റെ തൊട്ട് മുന്നേ വെച്ച് നമ്മൾ ചാടണം. ഇവിടെ മുഴുവൻ ഭയങ്കര ശാന്തതയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുവിധം തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞു കേട്ടോ. നല്ല വിശപ്പുള്ള കാരണം പ്രദക്ഷിണം വേഗം തീർത്തിട്ട് ഞാൻ അന്നദാന കൗണ്ടറിൻ്റെ അവിടേക്ക് പോയിട്ടോ. ഇവിടെ കഴുകി വെച്ച പ്ലേറ്റും ഗ്ലാസ്സും ഉണ്ടാവും കേട്ടോ. നമ്മൾ ചെന്നിട്ട് അവിടെ നിന്ന് പ്ലേറ്റ് കുടിക്കുക, അതേപോലെ ചായ മേടിക്കാൻ വേണ്ടിയുള്ള ഗ്ലാസ്സും മേടിക്കുക. ഇന്ന് അവിടെ ഉണ്ടായിരുന്നത് ഉപ്പുമാവും അതുപോലെ തന്നെ ചെറുപയർ കറിയും ആയിരുന്നു കേട്ടോ. ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോഴാണ് അവിടെ 1-2 ടീം ഹനുമാൻ ചാട്ടം ചാടുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. നമുക്കിനി ആളുകൾ ചാടുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം കേട്ടോ. അടുത്ത ആള് ദൂരം പോരട്ടാ. ആ ഓൾക്ക് നാണായിരിക്കണ്. ലങ്കയ്ക്ക് ചാടി. തുടക്കത്തിൽ കുട്ടികളായിരുന്നു കേട്ടോ ചാടിയിരുന്നത്, പിന്നെ അത് വലിയവരായി മാറി. അത് CR7 ഇൻട്രസ്റ്റ് ആയപ്പോൾ ഞാനും പോയി ചാടി. അങ്ങനെ ചാടുന്നതിൻ്റെ ഇടയിലാണ് മൂപ്പരാൾ ചെറുതായിട്ടൊന്ന് വീണത്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല കേട്ടാ. നമ്മൾ ആൽത്തറയിലിരിക്കുമ്പോഴാണ് ഈ ചേച്ചി നമുക്ക് കുറച്ച് അവിൽ കൊടുന്ന് തന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവത്തിന്. എല്ലാവരും ഈ അവിൽ നിവേദ്യം മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്നും നോക്കില്ല, നേരെ വിട്ട് ഇത് മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നേരെ വഴിപാട് കൗണ്ടറിൻ്റെ അവിടേക്ക് പോയിട്ടാ. കുഴച്ചവിൽ പല തൂക്കത്തിലും ഉണ്ട് കേട്ടോ. പല തൂക്കത്തിനും പല റേറ്റാണേ. അങ്ങനെ നാളും പേരും ക്യാഷും കൊടുത്തിട്ട് ഞാൻ റെസീറ്റ് വാങ്ങി പോന്നിട്ടാ. ഇവിടുത്തെ മെയിൻ വഴിപാടുകളിൽ ഒന്നാണ് കേട്ടോ ഈ അവിൽ നിവേദ്യം. ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന്. നല്ല അടിപൊളി ടേസ്റ്റാ സാധനം. അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ആളുകളൊക്കെ അമ്പലക്കുളം ആസ്വദിക്കാൻ കേട്ടോ. ഞാനാണെങ്കിൽ കുളവും ആസ്വദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള അവിലും ആസ്വദിക്കുന്നുണ്ട്. കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നിട്ട് എണീറ്റ് കേട്ടോ. നമ്മൾ പോകണം. ബൈ.